അപ്പം മേയർ ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നില്ല. മേയർ വ്യക്തമായ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ഇത്ര പരസ്യമായ ചാനലിൽ എന്താ പറയുക, LDF അധികാരത്തെ വരണമെന്ന് അദ്ദേഹത്തിന് താല്പര്യമില്ല, ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നാണ് അരുൺ. അദ്ദേഹത്തോട് ചോദ്യം കഴിച്ചോട്ടെ. അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് അരുൺ. അതായത് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതും താല്പര്യമില്ല എന്ന് പറയുന്ന ഉത്തരം ഒന്നാണ്. അല്ല, എപ്പോഴും പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്റെ കമന്റ്. രാജൻ പല്ലന് എന്തും പറയാം, എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂല. കാരണം എന്താ, രാജൻ പല്ലൻ കൗൺസിലറാണ്, ഞാൻ മേയറായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായി എന്റെ UDF അധികാരത്തിൽ വരും. മേയർക്ക് ആത്മവിശ്വാസമില്ല. മേയർ എന്താണ് പറഞ്ഞത്? LDF അധികാരത്തിൽ വരണമെന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല, അല്ലെങ്കിൽ ആഗ്രഹമില്ല, അല്ലെങ്കിൽ മറ്റു തരത്തിൽ ആൾക്ക് നിഷ്പക്ഷനായി നിൽക്കുന്നു. എന്തുകൊണ്ട് ബോണ്ട് അവസ്ഥ? എന്താ ബോണ്ട് എന്ന് പറഞ്ഞ ബിസിനസ് ആണോ? എന്താ ബോണ്ട്? ബോണ്ട് എനിക്ക് അർത്ഥം മനസ്സിലായില്ല. ബോണ്ട് എന്താ ബിസിനസ് ആണോ? കച്ചവടത്തിന്റെ ബിസിനസ് ആണോ ബോണ്ട്? അതാണല്ലോ ഇതൊരു കച്ചവടമാണ്. കച്ചവടമാണോ? കേൾക്കൂ, ഇതൊരു കച്ചവടമല്ല. ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം കൂടി മനസ്സിലാക്കുന്നുണ്ട്. ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു സ്വതന്ത്രനായി മത്സരിച്ചാണ്, അവർ രണ്ടുപേരും ഒരേപോലെ ഈക്വലായിട്ട് കോർപ്പറേഷനിൽ വന്നു. ലൈൻ സിനിമ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു അവസരം വന്നു. ആ അവസരം വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചതാ. അപ്പോൾ ഞങ്ങള് അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഏറ്റവും കൂടുതൽ വികസനം നടത്താൻ പറ്റുന്ന പാർട്ടി ആയതാണെന്ന് ഞാൻ നോക്കി. അത് നോക്കുമ്പോ അന്ന് ഇടതുപക്ഷത്തിന്റെ കൂടെ ഇന്നും ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നതാണ് നല്ലത്. കാരണം എന്താ, ഞാൻ പറയണ മനസ്സിലായില്ല. ഞാൻ ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ കൂടെ, മേയർ സ്ഥാനം ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് പോയിട്ടില്ല. ഈ വരുന്ന 20/12/2025 വരെ ഞാൻ തന്നെ മേയർ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയണം. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 3 പ്രസവാവധി കഴിഞ്ഞിട്ട് പറയാന്ന് പറയുന്ന ആള്. രാജൻ പല്ലൻ ഇത്തവണ UDF തിരിച്ചു പിടിക്കുമോ? അന്ന് ഈ വർഗീസേട്ടനെ മേയർ ആക്കിയെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു? ഇന്ന് വർഗീസേട്ടൻ കോൺഗ്രസിൽ ഉണ്ടായതിന് ഇന്ന് അടുത്ത തവണ MLA ആയിട്ട് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി. ശരീരം മാത്രമേ അവിടെ ഉള്ളൂ, മനസ്സ് കോൺഗ്രസിനോടൊപ്പം ആണോ? ശരിക്കും മനസ്സ് കോൺഗ്രസിനോട്, ശരീരം മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ. അദ്ദേഹത്തിന്റെ ശരീരം ആള് നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന്റെ ശരീരം അവിടെ ഉണ്ട്, മനസ്സ് എപ്പോഴും കോൺഗ്രസ്സുകാരാണ്. അത് സംശയമൊന്നുമില്ല, ആൾക്കറിയാം. ഇവിടെ ഒറ്റ പ്രശ്നം, അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്ന ആരെയും സ്വീകരിക്കും. MK വർഗീസിനെ മാത്രമല്ല, ആരെയും സ്വീകരിക്കും. സ്റ്റേറ്റ്മെന്റ് തന്നെ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. കോൺഗ്രസ് ഞാനും വറീസായിട്ടും തമ്മിലാണല്ലോ മത്സരിച്ചത്. ഞാനായിരുന്നു വറീസാറിന്റെ എതിർ സ്ഥാനാർത്ഥി. ഞാൻ 17 വോട്ടാന്ന് തോന്നുന്നു. 38 വോട്ട്. ഒറ്റ കാര്യം പറയാനുള്ളൂ. അതായത് വറീസാട്ടിന് ഞാനാണ് മത്സരിച്ചത്. വറീസാട്ടിന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ശ്രീ രാജൻ പല്ലം പറഞ്ഞതുപോലെ വറീസാട്ടൻ കഴിഞ്ഞ 5 വർഷവും കോൺഗ്രസ് തന്നെയാണ്. ഒരു തർക്കൂല, ആള് സൈൻ ചെയ്യുന്നുള്ളൂ. ഫയലൊക്കെ ഒപ്പിടേണ്ടായിരിക്കാം, ഇടതുപക്ഷത്തിന്റെ ഇതായിരിക്കാം. പക്ഷേ അദ്ദേഹം മനസ്സിപ്പോഴാണ്. നിങ്ങൾ ആ ചോദ്യത്തിൽ ഡോക്ടർ അരുൺകുമാർ ചോദിക്കുന്ന ചോദ്യത്തിൽ ഉത്തരം ആളുടെ മനസ്സിൽ നിന്ന് വരുന്നുണ്ട്. അത് നമുക്കെടുത്ത് അറിയാം. കോൺഗ്രസ് വിട്ട് അദ്ദേഹത്തിന് പോകാൻ സാധിക്കില്ല. നമ്മളെ 3 മാസം സമയം കൊടുക്കുക. ഏത് പാർട്ടിയിൽ നിൽക്കുന്ന ആൾ തീരുമാനിക്കട്ടെ. ബുദ്ധിമുട്ടിക്കല്ലേ ആളെ അദ്ദേഹം. അപ്പൊ മേയർ, ഞാൻ എന്റെ കമന്റ് പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ഇവർ ആഗ്രഹിക്കുന്നതാ. മനസ്സിലായി? ഇവരുടെ ആഗ്രഹം നല്ലതാ. അതായത് പറഞ്ഞ് തിരിച്ചു കേൾപ്പിക്കാൻ പറ്റും. മറന്നു പറഞ്ഞത് ആദ്യം. UDF പറയുന്ന ആഗ്രഹിക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കേൾപ്പിക്കും. ഞങ്ങൾക്ക് വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ. ഒരുപാട് അവസരം കൊടുത്തിട്ടുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒരു തർക്കം വേണ്ട. അദ്ദേഹം കഴിഞ്ഞ തവണ 3-4 തവണ കൗൺസിലറായി. അതൊക്കെ കൈപ്പത്തി ജനത്തിൽ മത്സരിച്ചിട്ടുള്ള ആളാണ്. ഒരു തവണ 2000-ലാണ് അദ്ദേഹം ഇതേപോലെ റിബലായിരുന്നു. അതിനെ മുന്നേ ഇയാൾ പഞ്ചായത്തിൽ വറീസായിട്ട് മത്സരിച്ചിട്ടുണ്ട്. അത് കൈപ്പത്തിയിലാണ്. ചോദിച്ചു നോക്ക്. അപ്പൊ കൈപ്പത്തിയാണ് അദ്ദേഹത്തിന്റെ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ വിഷമമുണ്ട് എനിക്ക്. അല്ല, കൈപ്പത്തി എന്ന് പറയുമ്പോഴല്ല, ഞാൻ ആഗ്രഹിച്ചത് കൈപ്പത്തിയ. തന്നത് അവസാനം എന്തായിരുന്നു? ഒരു പ്ലെയിൻ ആയിരുന്നു. അതിനുശേഷം രണ്ടാമത് വന്നു, ഇപ്പൊ അവസാനം വന്നു. കൈപ്പത്തിയിലില്ലാതെ പ്ലെയിൻ കയറി കോർപ്പറേഷൻ മേയറായി. ഇനി അവിടെ നിന്ന് താമരപ്പാടത്ത് പോകുന്നതാണ് ചോദ്യം. അപ്പൊ ചോദിക്കുന്നത് അതാണല്ലോ. അത് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ എന്നെ അങ്ങോട്ട് തള്ളിവിടും.
അത് പോവില്ല. അല്ല, തൽക്കാലത്തേക്ക് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. That's good. അപ്പൊ BJP-യിലേക്കില്ല. അല്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ചിന്തിക്കണമെങ്കിൽ 3 മാസം കഴിയട്ടെ. ഞാൻ 3 മാസം കൊണ്ടൊക്കെ ഒരു കോൺഗ്രസ്സുകാരന് BJP-ക്കാരനെ അല്ല, 3 മാസം കൊണ്ട് ചിന്തിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, അടിസ്ഥാന